നമസ്കാരം. അധികാര കേന്ദ്രീകരണത്തിൽ, അധികാര കൈമാറ്റത്തിൽ കോൺഗ്രസിൽ കുടുംബവാഴ്ചയും മക്കത്തായവും മരുമക്കത്തായവും എല്ലാം നടപ്പാക്കുന്നു എന്ന് പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസിനെ നാഴികയ്ക്ക് 40 വട്ടം ജനമധ്യത്തിൽ തൊലിയുരിച്ചു നിർത്തിയ പാർട്ടിക്കാരായിരുന്നു CPM എന്ന പുരോഗമനപക്ഷക്കാർ എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മേനി നടിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇന്നിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബവാഴ്ചയോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികാര കൈമാറ്റമോ കാണിക്കുന്നത്, മക്കത്തായമോ മരുമക്കത്തായമോ എല്ലാം കാണിക്കുന്നത് CPM കാർ തന്നെയാണ് എന്നുള്ളതാണ് സ്ഥാനാർത്ഥിത്വ പട്ടിക പുറത്തു വരുമ്പോൾ കിട്ടുന്ന സൂചന. കഴിഞ്ഞ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന KK ശൈലജ മട്ടന്നൂരിൽ നിന്നും വിജയിച്ചു വന്നപ്പോൾ പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ 2 വട്ടം പൂർത്തിയാക്കിയ ആളുകൾക്ക് പിന്നീട് മന്ത്രിസഭയിൽ സ്ഥാനം വേണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുകയും ശൈലജയും തോമസ് ഐസക് അടക്കമുള്ള ആളുകളെ വെട്ടിമാറ്റുകയും മരുമകൻ അടക്കമുള്ള ആളുകൾക്ക് അധികാരം കൊടുക്കുക, മന്ത്രിസ്ഥാനം കൊടുക്കുക എന്ന രീതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ ഇതുപോലെ കുടുംബവാഴ്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പക്ഷാപാതമോ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDF കൺവീനറായിരുന്ന A വിജയരാഘവന്റെ ഭാര്യ R ബിന്ദുവിനെയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കഴിഞ്ഞ തവണ മത്സരിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ വാഴിച്ചത്. വിജയരാഘവന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല, R ബിന്ദു പൊതുമേഖലയിൽ പൊതുപ്രവർത്തന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ചതിന്റെ പേരിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം നൽകിയത് എന്നൊക്കെ തള്ളിമറിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം എന്നുള്ളത് നമ്മൾ എല്ലാവരും കേരളീയർ കണ്ടറിഞ്ഞതാണ്. ഞാൻ എവിടെ പോയാലും അപ്പോഴെല്ലാം എൻ്റെ വീട് ചുമന്നുകൊണ്ട്, എൻ്റെ തലയിൽ ചുമന്നുകൊണ്ട് പോകും എന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് പരിഭാഷയെല്ലാം കേരളം ഇപ്പോഴും മറന്നിട്ടുണ്ടാകില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വ നിർണയം വന്നപ്പോൾ MV ഗോവിന്ദൻ മുൻപ് 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി നിർണയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം. എന്നാൽ തളിപ്പറമ്പിൽ PK ശ്യാമളയെ പോലെ ജനകീയ സ്വീകാര്യതയില്ലാത്ത, ജനസമ്മതിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നിർത്താൻ പാടില്ല, വിജയസാധ്യത കളയാൻ പാടില്ല എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ചിരിക്കുന്ന പരാതി. പൊതു രംഗത്തേക്ക് പുതിയതായി എത്തുന്ന ആളല്ല PK ശ്യാമള. ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണായ തളിപ്പറമ്പ് ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ തന്നെയായിരുന്നു. എന്നാൽ PK ശ്യാമള ചെയർപേഴ്സണായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർ വിവാദത്തിലാവുകയും അത് പിന്നീട് വലിയ ഒച്ചപ്പാടുകൾക്ക് വഴിവെക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിവാദ നായികയെ തളിപ്പറമ്പ് പോലുള്ള ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തി കിട്ടാവുന്ന സീറ്റ് കൂടി നഷ്ടപ്പെടുത്തരുത് എന്നാണ് തളിപ്പറമ്പിലെ CPM അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ സംസ്ഥാന സമിതിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ ആവശ്യം സ്വീകരിക്കാൻ സാധ്യതയില്ല. സംസ്ഥാന സമിതി MV ഗോവിന്ദന്റെ പിൻഗാമി എന്ന രീതിയിൽ തന്നെ തളിപ്പറമ്പിൽ നിന്നും PK ശ്യാമളയെ വിജയിപ്പിക്കുവാൻ തന്നെയുള്ള നീക്കത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ CPMന്റെ ഉറച്ച സീറ്റായ മട്ടന്നൂരിൽ നിന്ന് മൃഗീയമായ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭയിലേക്ക് ജയിച്ചു വന്ന KK ശൈലജയെ അവിടെ നിന്ന് മാറ്റി, അതായത് 2ാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ഇപ്പോൾ പരാതികളുടെ കൂമ്പാരത്തിന് നടുവിൽ നിൽക്കുമ്പോഴും കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് തനതായ ഒരു സത്കീർത്തി നേടിക്കൊടുത്ത 1ാം പിണറായി വിജയൻ സർക്കാരിലെ 1ാം നമ്പർ മന്ത്രി എന്നറിയപ്പെട്ടിരുന്ന, ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യതയുള്ള മന്ത്രി എന്നറിയപ്പെട്ടിരുന്ന KK ശൈലജ 66,000-ൽ പരം ഭൂരിപക്ഷത്തിന്റെ വോട്ടിന് ജയിച്ചു വന്ന മട്ടന്നൂരിൽ നിന്നും അവരെ പേരാവൂരിലേക്ക് മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം സംസ്ഥാന സമിതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. DYFI നേതാവായ സനോജിനെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കുകയും KK ശൈലജയുടെ ഉറച്ച സീറ്റായിരുന്ന, അല്ലെങ്കിൽ CPMന്റെ ജനകീയ മുഖമായ KK ശൈലജ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ, മട്ടന്നൂരിൽ മത്സരിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയുമില്ലാതെ ആ സീറ്റ് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് പേരാവൂരിലേക്ക് അവരെ മാറ്റി മത്സരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി വരുന്നു. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് വൻപിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലം തന്നെയാണ് പേരാവൂര്. 3 തവണയും KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് അവിടെ നിന്ന് വിജയം നേടിയിട്ടുണ്ടായിരുന്നു. പേരാവൂരിലെ വോട്ടിംഗ് പാറ്റേൺ മാറിയിരിക്കുന്നു, തളിപ്പറമ്പിലെ വോട്ടിംഗ് പാറ്റേൺ മാറിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം CPMന് വളരെ ക്ഷീണം നൽകിയ മണ്ഡലങ്ങൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് ഉറച്ച സീറ്റായ ഇവിടങ്ങളിൽ, CPMന്റെ ഉറച്ച സീറ്റായ ഇവിടങ്ങളിൽ ജനകീയ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയും, ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയും, രാജീവ് ഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒക്കെയായി കോൺഗ്രസിന്റെ ഭരണം കൈയടക്കി വയ്ക്കുന്നു. കുടുംബ ആഴ്ചയാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് പറയുന്നവർ
CPM-നകത്ത് മക്കത്തായവും അല്ല എന്നുണ്ടെങ്കിൽ കുടുംബവാഴ്ചയും കണ്ടില്ല എന്ന് എന്തുകൊണ്ടാണ് നടിക്കുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും PK ശ്യാമളയ്ക്ക് എതിരെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ. CPM-ലും കുടുംബവാഴ്ചയോ അല്ലെങ്കിൽ പിന്മുറക്കാരെ നിശ്ചയിക്കുന്ന രീതി CPM-ലും കടന്നുകൂടിയോ എന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായി വിജയനെതിരെയും MP ഗോവിന്ദനെതിരെയും എല്ലാം പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. MP ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമള തളിപ്പറമ്പിൽ മത്സരിക്കുകയാണെങ്കിൽ 8 നിലയിൽ പൊട്ടും. CPM-ന്റെ ഉറച്ച സീറ്റായ തളിപ്പറമ്പിൽ കൂടുതൽ ജനസ്വീകാര്യതയുള്ള മറ്റേതെങ്കിലും നേതാക്കളെ നിർത്തി മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം മുറവിളി ഉയർത്തുന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വം PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ മത്സരഫലം മറ്റൊന്നായിരിക്കും. തളിപ്പറമ്പ് CPM-ന് നഷ്ടപ്പെടും എന്നുള്ള സൂചന തന്നെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ CPM-ന്റെ ഉറച്ച മണ്ഡലമായ മട്ടന്നൂരിൽ KK ശൈലജ സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്നുണ്ടെങ്കിൽ അവരെ പേരാവൂരിലേക്ക് മാറ്റുകയാണെങ്കിൽ മട്ടന്നൂരും CPM-ന് നഷ്ടമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. CPM സംസ്ഥാന നേതൃത്വം ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.